വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ന് 3 ഇടത്താണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ, ആസാമിൽ, പുതുച്ചേരിയിൽ. ഈ 3 ഇടത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും പല ആൾക്കാരും പ്രവചിക്കുന്ന ഒരു കാര്യമുണ്ട് വിജയേട്ടാ. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അതായത് ഈ 3 ഇടത്തും ഇരിക്കുന്ന സർക്കാരുകൾ പോകാനുള്ള സാധ്യത കുറവാണ്. ആസാമിൽ BJP തന്നെ തിരിച്ച് ഭരണത്തിൽ വരും. കേരളത്തിൽ LDF ഭരണത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുതുച്ചേരിയിൽ ഭരണം നിലനിർത്തും എന്നുള്ളതാണ് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇത് സത്യമാണോ? അല്ലെങ്കിൽ ഇവിടെ ഭരണമാറ്റം വരാനുള്ള സാധ്യത ഇല്ലേ? ഇവിടെ ഇപ്പൊ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതായത് ആസാം, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, കേരളം. അതിനകത്ത് 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ആസാം, ഇതെല്ലാം ചെറിയ നിയമസഭകളാണ്. ആസാം, കേരളം, പുതുച്ചേരി 30 അംഗ നിയമസഭ, വെറും 30 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാം 100-ൽ താഴെ സീറ്റും, കേരളത്തിൽ മാത്രം 100-ന് മുകളിൽ സീറ്റുമുള്ള നിയമസഭകളാണ് ഇതെല്ലാം തന്നെ എന്ന് പറയേണ്ടി വരും. ഏതായാലും ഇവിടെ ഈ ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക് 3-ാം ഊഴം എന്നുള്ളതാണ്. ഹിമന്ത് ബിശ്വ ശർമ്മ ഇപ്പോൾ യോഗിയുമായിട്ടാണ് ഒരു വലിയ വിഭാഗം താരതമ്യം ചെയ്യുന്നത്. മറ്റൊരു യോഗി എന്നുള്ള രീതിയിലാണ്. കാരണം യോഗി ആദിത്യനാഥ് കൊണ്ടുവന്നിരിക്കുന്ന അതേ സിസ്റ്റങ്ങൾ തന്നെ ആസാം കണക്ക് ഒരു സംസ്ഥാനത്ത് ആ സിസ്റ്റങ്ങൾ അതേപോലെ നടപ്പാക്കുക എന്നുള്ള ചെറിയ കാര്യമല്ല. വലിയ UP-യിൽ അത് നടപ്പാക്കുന്നത് കണക്കല്ല. ആസാമിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ജാതി മത പ്രശ്നങ്ങളൊക്കെ കൂടുതൽ രൂക്ഷമുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ അത് അദ്ദേഹം നടപ്പാക്കി വിജയിച്ചിരിക്കുന്നു. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണുമ്പോൾ ഇദ്ദേഹം എല്ലാവരും നൃത്തം ചെയ്യുന്നതും ഇടപഴകുന്നതുമായിട്ടുള്ള വീഡിയോസ് ആണ് ഹിമന്ത ബിശ്വ ശർമ്മയുടേത്. അതായത് സ്ത്രീ വോട്ടർമാര് വലിയ രീതിയിൽ തന്നെ ഇദ്ദേഹത്തെ വന്ന് പൊതിയുന്നു, ഡാൻസ് ചെയ്യുന്നു, ഫുഡ് കൊടുക്കുന്നു. അതായത് ഒരു ഇലക്ഷൻ പ്രചരണം എന്നുള്ള ഒരു സിസ്റ്റമേ അതിൽ കാണുന്നില്ല. അദ്ദേഹം ഒരു എന്താണ് പറയുന്നത്, വളരെ ലാഘവത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ഈ സമ്മേളനങ്ങൾ എന്ന് പറയാനില്ല ധനുഷ്. അത് ഈ കോർണർ യോഗം പോലെയാണ് ഇദ്ദേഹത്തിന്റെ മീറ്റിംഗ്. അവിടെ കുറെ ഡാൻസ്, ഈ ഡാൻസ് ജനം കൂടി നമ്മുടെ നന്ദഗോവിന്ദൻ ഭജൻസിന്റെ കാര്യം പറഞ്ഞേക്കാണ്. പുള്ളി എത്തുന്നു, അവിടെ ഇരിക്കുന്ന ഈ ജനം, വോട്ടേഴ്സ് ആയിട്ടുള്ള ജനം മുഴുവൻ ഇറങ്ങി ഡാൻസ് കളിക്കുന്നു ഇദ്ദേഹത്തിന്റെ കൂടെ. അപ്പൊ ഇദ്ദേഹം അവരോട് പോയി ഡാൻസ് കളിക്കുന്നു. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് സാധാരണ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പ്രചരണമാണല്ലോ, ഈ വാദപ്രതിവാദങ്ങളും ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ, ഇതൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ ഈസി ആയിട്ട് അവർ കരുതുന്നു. കാരണം 3-ാം ഊഴം ഉറപ്പാണ് എന്നാണ് ഇതുവരെ അവിടെ നടന്ന സർവേകളെല്ലാം വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഇനി പുതുച്ചേരിയിലേക്ക് വരാം. പുതുച്ചേരിയിൽ ഇപ്പൊ NDA ആണ് ഭരിക്കുന്നത്. പക്ഷെ ഇത്തവണത്തെ പുതുച്ചേരി തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രത്യേകതകളുണ്ട്. നമ്മുടെ വിജയിയുടെ പാർട്ടി അവിടെ മത്സരിക്കുന്നുണ്ട്. അതെന്ത് ചലനമുണ്ടാക്കും എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ രണ്ടാമത്തെ കാര്യം, ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികൾ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന പുതുച്ചേരിക്ക് ഒരുപാട് വികസനം ഉണ്ടായത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇതിനകത്ത്. കാരണം ഇവിടെ ഓപ്പോസിഷൻ പാർട്ടിയാണ് ഇരിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുള്ളതാണ്. ആ ആനുകൂല്യം പൂർണ്ണ അർത്ഥത്തിൽ കിട്ടണമെങ്കിൽ ആ ഭരണപക്ഷം തന്നെ തുടരേണ്ടതായിട്ടുണ്ട്. അപ്പം ആസാമിൽ BJP ലക്ഷ്യമിടുന്ന ഹാട്രിക്കാണ്. പുതുച്ചേരിയിൽ അവർ ഭരണ തുടർച്ചയാണ്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ CPM-ന്റെ ഭരണം അവശേഷിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ഇവിടെ കൂടെ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ CPM ഭരിക്കുന്ന ഒരിടവുമില്ല. കാരണം ഇനി വരാനുള്ളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊന്നും കേരളത്തിൽ പോലും CPM സീറ്റ് കിട്ടില്ല. ഞാൻ ഇപ്പോഴേ ഇവിടെ എഴുതി വെച്ച് തരാം. കാരണം ഈ CPM ഇനി പാർലമെന്റിൽ ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു വശം. അത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കാണിച്ചു. 2024 തന്നെ അത് കാണിച്ചു. ഒരു സീറ്റാണ് അവർക്ക് കിട്ടിയത്. അത് അത്രയും നല്ലൊരു നേതാവ് ആയതുകൊണ്ട് മാത്രം കിട്ടിയ ഒരു സീറ്റാണ്. കാരണം ഈ 2 കൂട്ടരും കൂടെ എന്തിനാണ് പോകുന്നത്, ഒരാൾ പോയാൽ പോരെ എന്നുള്ളതാണ്. പക്ഷെ ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ BJP വേഴ്സസ് കോൺഗ്രസ് ആയിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് CPM സംബന്ധിച്ച് ഇനി പാർലമെന്ററി വ്യാമോഹങ്ങളോ പാർലമെന്റിലേക്കുള്ള യാത്രയോ ഒന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ആകെ അവശേഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന ഭരണം പിടിക്കണം. കാരണം അവരിപ്പോൾ ദേശീയ പാർട്ടി എന്ന നിലയിൽ ഈ നൂലിന്മേൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നിക്കലി മാത്രമാണ് അവർ ദേശീയ പാർട്ടി, അതായത് ദേശീയ പാർട്ടിയായി നിലനിൽക്കാനുള്ള എലിജിബിൾ എല്ലാം പോയിരിക്കുന്നു. ഇവിടെ കൂടെ ഭരണം പോവുകയും വരാനിരിക്കുന്ന ഈ ഭരണം കൂടെ പോയി കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മിക്കവാറും ദേശീയ പാർട്ടി എന്നുള്ള പദവി അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതൽ. ഇല്ല എങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പൂർണ്ണമായിട്ട് തന്നെ അത് പോകും. അപ്പം അങ്ങനെ നിൽക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ച് അവർക്ക് പിടിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്, ഇവിടെ ജയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു ഒറ്റ സ്റ്റേറ്റിൽ നിന്നാണ് അവരുടെ മൊത്തം കച്ചവടം നടക്കുന്നത്. കാരണം ഈ ഡൽഹിയിലുള്ള ഓഫീസ് വർക്ക് ചെയ്യണമെങ്കിലുള്ള പണമായാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ ഇവിടെ നിന്നാണ് ഇതെല്ലാം സപ്ലൈ ചെയ്യേണ്ടത്, മുമ്പോട്ട് പോകേണ്ടത്. ഇവിടെ കൂടെ ഭരണം പോയി കഴിഞ്ഞാൽ ഈ പാർട്ടികളെ സംബന്ധിച്ച് ഈ ഫണ്ട് ഒരു വലിയ പ്രധാന ഘടകം തന്നെയാണ്. അത് പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഫണ്ട് വേണം. അപ്പൊ ഈ കോർപ്പറേറ്റ് ഫണ്ടൊന്നും ഇപ്പോൾ പറയത്തക്ക ഫണ്ടൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. 4 കോടി എങ്ങാണ്ടാണ് ഒരു വർഷം കോർപ്പറേറ്റ് ഫണ്ട് തന്നെ ഈ ഇടതുപക്ഷ CPM-ന് കിട്ടുന്നത്. ഇവിടെ ഈ സംസ്ഥാന ഭരണം കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാവും. അപ്പൊ ഈ ഉണ്ടാക്കി വെച്ചതിൽ നിന്ന് പിന്നെ എടുക്കേണ്ടി വരും. അത് മാത്രവുമല്ല, ഇനി തിരിച്ചു വരാൻ ഒരു പ്രയാസകരവുമാണ്.
അതായത് ഇപ്പോൾ ഇവർ ഭരണത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പഴയതുപോലെ ഇവർക്കിനി വീണ്ടും ഒരു തിരിച്ചുവരവ് അസാധ്യമാണ്. കാരണം ഇപ്പോൾ ഈ CPM-ന്റെ അണികളായാലും നേതാക്കന്മാരായാലും യാതൊരു മടിയും ഭയവും ഇല്ലാതെ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ കണ്ടു. ഇവർ പരാജയപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ ഒരു നല്ല വിഭാഗം അണികളും നേതാക്കന്മാരും ചെറുകിട നേതാക്കന്മാരടക്കം BJP-യിലേക്ക് പോകും. അതും അവർ നന്നായിട്ട് ഭയക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് ഇത് നിർണായകമാണ്. ഹിമന്ത ബിശ്വ ശർമ്മ, ഞാൻ അദ്ദേഹം ഡാൻസിന്റെ കാര്യം പറഞ്ഞത് തന്നെ, അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു ഹിമാലയൻ ടാസ്കോ ഇല്ലെങ്കിൽ വലിയ ടെൻഷനോ ഒന്നും, വളരെ കൂളായിട്ടാണ് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. അദ്ദേഹത്തിന് അറിയാം 3-ാം ഊഴം വരുമെന്ന്. പക്ഷെ ഇവിടെ പിണറായി വിജയൻ 3-ാം ഊഴം വരുമെന്നൊരു ഉറപ്പില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് CPM വളരെ കരുതലോടുകൂടി തന്നെ ധനുഷ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ 23 ദിവസം അവരെങ്ങും ഒരു അലമ്പുണ്ടാക്കിയിട്ടില്ല. സാധാരണ സഖാക്കളുടെ ഒരു സ്വഭാവം പലയിടത്തും കാണിക്കേണ്ടതാണ്. എങ്ങും ഉണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, വാ തുറന്നിട്ടില്ല ഇവരാരും. പല പ്രശ്നങ്ങളും ഈ കേരളത്തിൽ നടന്നിട്ട് ഉണ്ടെങ്കിൽ പോലും അതിനകത്തൊന്നും ഒരു പ്രസ്താവനയോ കാര്യങ്ങളോ ഒന്നും, അവിടെ താഴെ തട്ടുള്ള അണികളെ വരെ അവർ ട്രെയിൻ ചെയ്യിച്ചു, വാ തുറക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. കാരണം വളരെ കരുതലോടാണ് CPM പോയിരിക്കുന്നത്. കാരണം അവർക്ക് ഓരോ വോട്ടും പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് പോകുന്നത്. BJP സംബന്ധിച്ച് ഏതായാലും 2 സ്റ്റേറ്റ് അവർക്ക് ഭരിക്കാൻ, പുതുച്ചേരിയും ഏതാണ്ട്. പക്ഷെ ഈ പുതുച്ചേരിയിലെ ഒരു പ്രശ്നമുണ്ട്. അവിടെ DMK ഉണ്ട് പുതുച്ചേരി നിയമസഭയില്. മിക്കവാറും വിജയുടെ പാർട്ടി അവിടെ വന്നതുകൊണ്ട് DMKയുടെ സീറ്റ് പോവുകയും വിജയുടെ പാർട്ടിക്ക് ഒരുപക്ഷെ ഈ സീറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. പക്ഷെ മറ്റിടത്ത് NDAയുടെ ഭരണം താഴെ പോകാനുള്ള സാധ്യതകളൊന്നും തന്നെ പുതുച്ചേരി നിലവിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ഇല്ല തന്നെ ഈ BJP ഒറ്റയ്ക്കല്ല അവിടെ ഭരിക്കുന്നത് പുതുച്ചേരിയിൽ. അത് അവിടുത്തെ ഒരു പ്രാദേശിക കോൺഗ്രസ് പാർട്ടിയാണ്. ചില ആൾക്കാർ പറയുന്നു പുതുച്ചേരിയിൽ TVK ഭരണത്തിൽ വരാനുള്ള സാധ്യതയുണ്ടെന്ന്. അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അത് അല്ല, സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ചാൽ BJP അവിടെ ഒറ്റയ്ക്കല്ല ധനുഷ ഭരിക്കുന്നത്. അവിടുത്തെ ഒരു ഓപ്പറേഷന്റെ ചുക്കാൻ പിടിച്ചാണ് നമ്മുടെ ഈ രാജീവ് ചന്ദ്രശേഖരൻ, ഇപ്പോഴത്തെ BJP-യുടെ കേരള അധ്യക്ഷൻ. അദ്ദേഹമാണ് ഈ ഭരണം, അതായത് പുതുച്ചേരിയിലെ ഭരണം BJP-ക്ക് പിടിച്ചു കൊടുക്കുന്ന അതിന്റെ സൂത്രധാരനായിരുന്നു ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിനായിരുന്നു അതിന്റെ ചുമതല, പുതുച്ചേരിയുടെ ചുമതല. ഈ പുതുച്ചേരിയില് രാംരാജ് കോൺഗ്രസ് ആണ് അവര് അവർക്ക് ഉള്ള മെമ്പർമാരും ADMK ചേർന്ന് ഭരിക്കുന്നു. അതിനെ വിളർത്തിക്കൊണ്ട് BJP ഇവരെ ഹൈജാക്ക് ചെയ്യുന്നു. എന്നിട്ട് അവർ തന്നെ ഭരിക്കുന്നു. BJP ബാക്ക് ചെയ്തിട്ട് മുന്നണിയാക്കുന്നു. NDA മുന്നണിയാക്കിയിട്ടാണ് ഭരിക്കുന്നത്. DMK അവിടെ സീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ BJയുടെ പാർട്ടി വരുമ്പോൾ ഈ എന്തായാലും BJP-യുടെ അല്ലെങ്കിൽ NDAയുടെ സീറ്റുകൾ കവരാനുള്ള സാധ്യത, അവർക്ക് 6-7 സീറ്റ് ഉണ്ട്. ആകെ 16 സീറ്റ് ഉണ്ടെങ്കിൽ ഭരിക്കാം. അപ്പം വേർക്കും 16 സീറ്റ് മതി. അപ്പം ഇതിനകത്തുനിന്ന് വലുതായിട്ട് പോകാൻ സാധ്യത. പക്ഷെ ഇപ്പുറത്തെ ഭാഗത്ത് ADMKയുടെയും DMKയുടെ ഒക്കെ സീറ്റുകൾ കുറയാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ട് അവിടെ. കാരണം ഈ പുതുച്ചേരി എന്ന് പറഞ്ഞത് കേന്ദ്രഭരണ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. ഒരു പക്ഷേ വിജയുടെ പാർട്ടി നേട്ടം ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടിയായിരിക്കും ഈ പുതുച്ചേരി. കാരണം തമിഴ്നാടുമായി ചേർന്ന് കിടക്കുന്നത് തമിഴ്നാടിന്റെ പൊളിറ്റിക്സ് ആണ് അവിടെ ഉള്ളത്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന DMK ADMK എന്നുള്ള ആ അച്ചുതണ്ട് അല്ലെങ്കിൽ ആ ഒരു 2 വിഭാഗത്തെ പിളർത്തിക്കൊണ്ട് ആണ് BJP അവിടെ എൻട്രി ചെയ്തതും അവർ ഭരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി തന്നെ ആ ഒരു സ്പേസ് ഇളകി തുടങ്ങിയിട്ടുണ്ട്. DMKയുടെ ADMKയുടെ അടിത്തറ ഇളകിയായിരുന്നല്ലോ നേരത്തെ തന്നെ ഈ BJP ജയിച്ചു തുടങ്ങിയപ്പോൾ തന്നെ. ബാക്കിയുള്ള അടിത്തറ ഉടുപ്പ് വിജയ് വന്ന് ഇളക്കിക്കൊണ്ട് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ഭരണത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമുണ്ട്. അതായത് തമിഴ്നാട്ടിലൊക്കെ 2 വിജയ് മത്സരിക്കുന്നത്, 2 മണ്ഡലത്തിലൊക്കെയാണ് വിജയ് മത്സരിക്കുന്നത് തന്നെ. അപ്പം അങ്ങനെ ഒരു വിഷയം കൂടി ഇതിനകത്തുണ്ട്. ഇനിയിപ്പം അത് അറിയില്ല. ഏതായാലും 2 സംസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് BJP ഈ ദിവസം നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പോട്ട് പോകുന്നത്. BJPയെ സംബന്ധിച്ച് കേരളം അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. അവരെല്ലാം നന്നായി പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം നല്ല സീറ്റ് ഇവിടുന്ന് ഉണ്ടാകും, ഒരു 2 അക്കം കടക്കും എന്നവർ വളരെ കോൺഫിഡൻസോടെ തന്നെയാണ് അവർ പറയുന്നത്. ഞാൻ അവിടെ പല നേതാക്കന്മാരുമായിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഒരു ഓവർ കോൺഫിഡൻസ് പോലൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇവരുടെ ഈ സംസാരം. പിടിച്ചിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്രതീക്ഷിത ചില മണ്ഡലങ്ങളില്, അതായത് നേമം അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ പാലക്കാട് മഞ്ചേശ്വരം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പരമ്പരാഗത മേഖലയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് പല മേഖലകളിലും അവർക്ക് വലിയ രീതിയിൽ മുമ്പോട്ട് പോകാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം.